ഹലോ കൂട്ടുകാരെ, ഇന്നൊരു ഹോസ്പിറ്റൽ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും പാകം ചെയ്ത് നിങ്ങളെ കാണിക്കാൻ എനിക്ക് സമയമുണ്ടായിരുന്നില്ല. രാവിലെ തന്നെ എണീറ്റ് വീട്ടുജോലികളെല്ലാം തീർത്തു, ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി, കുഞ്ഞിനെ റെഡിയാക്കി സ്കൂളിലേക്ക് വിട്ട് ഒരു 10 മണിയായപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടു. ഏകദേശം 2 മണിക്കൂറുണ്ട് ഞാൻ ഇന്ന് പോകുന്ന ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയുടെ ഉദ്ദേശം രണ്ടാണ്. ഒന്ന്, എൻ്റെ നാടും സ്ഥലവും നിങ്ങളെ കാണിക്കുക. 2, ചെറുതോ വലുതോ രോഗമേതുമായിക്കോട്ടെ, പക്ഷേ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് മാത്രം കഴിക്കാവുന്നതാണ്. നമ്മൾ സാധാരണക്കാർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പനിയോ തലവേദനയോ ജലദോഷമോ വന്നാൽ നേരെ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകും, ഒരു 2 പാരസെറ്റമോളോ 2 ഡോളോ വാങ്ങും, വീട്ടിലേക്ക് കൊണ്ടുവരും, അതും കഴിക്കും, കഞ്ഞി കുടിക്കും, കയറി കിടക്കും. അതോടെ നമ്മുടെ പ്രശ്നം തീർന്നു എന്ന് വിചാരിക്കും. പക്ഷേ അതങ്ങനെയല്ല, പ്രശ്നം തുടങ്ങുന്നതേ അവിടെ നിന്നായിരിക്കും. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു 5-6 കൊല്ലം കൊണ്ടേ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിച്ചെങ്കിലും എനിക്കതങ്ങോട്ട് കുറഞ്ഞില്ല. ദിവസം പോകുന്ന അനുസരിച്ച് എനിക്കത് കൂടി വന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പെയിൻ കില്ലേഴ്സ് ഒരുപാട് വാങ്ങിക്കൊണ്ട് വരികയും ഒരു മാസത്തിൽ ഒരു 10-12 പെയിൻ കില്ലേഴ്സ് ഞാൻ കഴിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു ടാബ്ലറ്റിൻ്റെ ഒരു ദോഷവശം എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് മറ്റൊരു ഡോക്ടർ പറഞ്ഞു, കിഡ്നി ഫെയിലിയർ വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഈ മെഡിസിനിൽ നിന്നെന്ന്. അപ്പോൾ ഒന്ന് ചെക്കപ്പ് ചെയ്ത് കളയാം എന്നാണ് ഞങ്ങൾ ഇന്ന് ഈ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളൊരു കാരണം. ഒരു 80 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഈ ഹോസ്പിറ്റലിലേക്ക്. എൻ്റെ വീട്ടിനടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിലും ഒരു ഡീറ്റെയിൽ ചെക്കപ്പിന് ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരണമായിരുന്നു. കാരണം ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഹോസ്പിറ്റൽ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും അത്രയുള്ള ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഏകദേശം ഹോസ്പിറ്റലിന് അടുത്തെത്താറായി കഴിഞ്ഞു. ഈ കാണുന്നതാണ് നഞ്ചപ്പ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഈ ഏരിയയിൽ തന്നെ ഒരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. ഞാൻ സാധാരണയായിട്ട് ഇവിടെ തന്നെയാണ് കാണിക്കാറുള്ളത്. വീഡിയോ എടുത്തെടുത്ത് ഇപ്പോൾ ഉരുണ്ടു വീണ് പല്ലും പരണ്ടൊക്കെയൊക്കെ പോയേനെ. ഞാൻ വിചാരിച്ചു ഒരുപാട് ലേറ്റ് ആവുമെന്നാണ് കരുതിയത്. പക്ഷേ ഇന്ന് ആൾ വളരെ കുറവാണ്. എനിക്ക് 10ാമത്തെ നമ്പർ കിട്ടി. ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്തു, 1 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ ഭക്ഷണവും കഴിച്ചു, ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ. അപ്പോൾ ടാറ്റാ.